ഹലോ. ഹലോ, ഞാൻ ഡോക്ടർ സുധാകരനാണ് സംസാരിക്കുന്നത്. ഗുഡ് മോർണിംഗ് സർ. ഇന്നൊരു പെൺകുട്ടി എക്സാം എഴുതേണ്ട ഒരാവശ്യമുണ്ട്. നിങ്ങൾ ഹാൾ ടിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. സർ, ഇപ്പോൾ അതെങ്ങനെ നടക്കാനാ സർ? ഞങ്ങൾക്ക് ഹയർ അതോറിറ്റിയിൽ നിന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലേ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. എക്സാം ഡേറ്റിൻ്റെ അന്ന് ഹാൾ ടിക്കറ്റ് ഒരു സ്റ്റുഡൻറ്റിന് ഇഷ്യൂ ചെയ്യുന്ന റൂൾസ് ഒന്നും നമ്മുടെ ഇല്ല സർ. ഞാൻ ഓൾറെഡി നമ്മുടെ സെൻറ്ററിൽ NDA ജോയിൻറ്റ് സെക്രട്ടറി സംസാരിച്ചിട്ടുണ്ട്. അവർ നിങ്ങളോട് സംസാരിക്കാനാണ് പറയുന്നത്. നിങ്ങൾ തിരിച്ചിപ്പോൾ അവരുടെ പേര് പറയുന്നത് നല്ലതല്ല. സോറി സർ, റൂൾസിനെതിരായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കതെല്ലാം അറിയാം മാഡം. റൂൾസ് എല്ലാം ബ്രേക്ക് ചെയ്ത് ഒന്നും ചെയ്യാൻ ഞാൻ പറയുന്നില്ലല്ലോ. ഞാനും ഒരു ലോ ഒബൈഡിങ് സിറ്റിസണാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് വിത്തിൻ ദ ഫ്രെയിം വർക്ക് ഓഫ് സിറ്റിസൺ. നിങ്ങളൊരു സ്ത്രീ ആയിരുന്നിട്ട് പാവം ഒരു പെൺകുട്ടി, അവൾക്ക് ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം. ഇതെല്ലാം ഞാൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ NDA ജോയിന്റ് സെക്രട്ടറി അടുത്ത് സംസാരിച്ചോളാം. നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അറ്റ് എനി കോസ്റ്റ് ആ പെൺകുട്ടിക്ക് ഹോൾ ടിക്കറ്റ് കൊടുത്തേ പറ്റൂ. സർ, കോവിഡ് SOP ഉള്ളതുകൊണ്ട് തന്നെ ഉടനെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല സർ. നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ പിന്നെ ഞാനായിരിക്കും അതിന് ഉത്തരം പറയേണ്ടി വരിക. എനിക്കറിയാം മാഡം, കോവിഡിന്റെ ഇൻചാർജ് മിനിസ്റ്റർ ഞാൻ തന്നെയല്ലേ. ഇപ്പൊ ഞാൻ തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. ആ കുട്ടി വളരെ ആഗ്രഹത്തോടെ ഇരിക്കുക. അതിനുവേണ്ടി എന്തൊക്കെ റൂൾസ് ശരിയാക്കണോ ആൻഡ് വിത്തിൻ ദ ഫ്രെയിം വർക്ക് ഓഫ് റൂൾസിനകത്ത് ഞാനിപ്പോൾ വന്ന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് തരണോ അതെല്ലാം ഞാൻ നേരിട്ട് വന്ന് തരാം. നിങ്ങൾ ആ പെൺകുട്ടിക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. സർ, ചീഫ് മിനിസ്റ്ററുടെ കയ്യിൽ നിന്നും ഒരു റിട്ടേൺ ലെറ്റർ തരാൻ പറയൂ സർ. ഞാനും എൻ്റെ ഹയർ അതോറിറ്റിയോട് ഒന്ന് സംസാരിച്ച് നോക്കാം സർ. നിങ്ങളൊന്ന് സംസാരിക്കുക. വേണമെങ്കിൽ CMIൻ്റെ അടുത്തൊന്നും ലെറ്റർ മേടിച്ചു തരാം. എൻ്റെ അടുത്തു നിന്നുള്ള ലെറ്ററും ഞാൻ തരാം. നിങ്ങളുടെ ഹയർ അതോറിറ്റിയിൽ നിന്നുള്ള ഡയറക്ഷനും വാങ്ങിത്തരാം. ബട്ട് ഐ ഡോണ്ട് നോ ഹൗ യു വിൽ ഡു ഇറ്റ്, ബട്ട് യു ഹാവ് ടു ഡു ഇറ്റ്. ഓക്കെ സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. 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 ഹലോ പ്രകാശ്. നമസ്കാരം സർ. സൗന്ദര്യല്ലേ പ്രകാശ്? ഒരുപാട് നാളായല്ലോ. ആ സുഖമാണ് സർ. സർ, താങ്കൾ പോസ്റ്റ് ചെയ്ത ട്വീറ്റ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായി സർ. അതെ പ്രകാശ്, ഞാൻ ഓരോ ദിവസവും ഓരോ ഇഷ്യൂ കാണിച്ച് ട്വീറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഒരു 4 പേർക്ക് പ്രയോജനം കിട്ടുകയാണെങ്കിൽ എനിക്ക് സന്തോഷമാകും. സർ, നിങ്ങൾ എന്ത് ചെയ്താലും വളരെ നല്ല മനസ്സോടെ കൂടിയാണ് ചെയ്യുന്നത്. ഇതാണ് താങ്കളുടെ ജോലിക്ക് ഒരു പോസിറ്റീവായ എനർജി നൽകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് താങ്കളുടെ നല്ല ബഹുമാനമുണ്ട് സർ. താങ്കൾ എഴുതുന്ന എഴുത്തൊക്കെ ലക്ഷക്കണക്കിനുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നു സർ. ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട്. താങ്കൾ സമൂഹത്തോട് കാണിക്കുന്ന സ്നേഹം എല്ലാവരും കണ്ടു പഠിക്കണം സർ. അതെ പ്രകാശ്, നമ്മൾ ഓരോ ദിവസവും രാഷ്ട്രീയക്കാരെയോ ഭരണത്തെയോ കുറ്റം പറഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. നമ്മൾ ചെയ്യുന്നത് കൊണ്ട് 4 പേർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്കൾ പറഞ്ഞത് 100% സത്യമാണ് സർ. അതായത് ഞാൻ വിളിച്ചതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, താങ്കളുടെ ട്വീറ്റ് കണ്ട് സുധാകർ സാറ് ഡൽഹി NDA ജോയിന്റ് സെക്രട്ടറിയോട് സംസാരിച്ചിട്ടുണ്ട്. CMന്റെ ഓഫീസിന്റെ ഭാഗത്തിൽ നിന്നും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് സർ. എക്സലന്റ്. അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് എക്സാം എഴുതാനുള്ള ചാൻസ് കിട്ടിയെന്നാണ് അർത്ഥം. ഇപ്പോ ചെന്നൈ നോഡൽ ഓഫീസറിന്റെ അടുത്ത് ഡോക്യുമെന്റ് കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സർ. ഒരുപക്ഷെ ആ അവസരം കിട്ടുവാണെങ്കിൽ ആ കുട്ടി ഇൻ ടൈമിന് എക്സാം സെന്ററിലോട്ട് വരണം. ഫാന്റാസ്റ്റിക്. എൻ്റെ ഒരു ട്വീറ്റ് കൊണ്ട് കാര്യങ്ങൾ ഇത്ര വേഗത്തിൽ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. മിനിസ്റ്റർ സുധാകരനോട് എൻ്റെ നന്ദി അറിയിച്ചേക്കൂ. ഓക്കെ സർ. ഓക്കെ പ്രകാശ്, താങ്ക് യു. Good morning, everyone. As all of you are aware that the Supreme Court has decided to conduct the NEET exam for students who have not returned the exams last month, which was to be held on 30 September 2020 due to the COVID-19. Rules and regulations are to follow strictly as usual.
All the procedure in the examination should be conducted without any disruption and mishand. Moreover, we should follow COVID SOPs guideline or given by the state government. Neither be any changes made, not any exemption given in any circumstance. As we are aware, we are facing toughest situation of pandemic, of crisis of the entire world. No excuses to be given to any of the state directors and to the staff to modify guideline given by the government. If any person found guilty in the matter, legal action will be initiated. Hope all of you in here would have gone through all the instruction guideline given by the NT. I am sure that you will do out of your responsibility with dignity and decor. Wish you all the best. Thank you. ഹലോ സർ. ഹലോ, ഞാൻ കാർത്തികാണ് സംസാരിക്കുന്നത്. തനുജ ഡീറ്റെയിൽസ് നോട്ട് ചെയ്തോളൂ. സ്റ്റുഡന്റിന്റെ പേര് പറയൂ. തനുജ കരേക്കൗഡ. റോൾ നമ്പർ 270401705 ആപ്ലിക്കേഷൻ നമ്പർ 20041566669. ഐ എം സെൻഡിങ് ഓൾ ദ ഡീറ്റെയിൽസ് ടു ദ ഫെസിലിറ്റേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. ബൈ ദെൻ എനിക്ക് CMന്റെ ലെറ്റർ മാത്രം അയച്ചേക്കും. ഷുവർ. ആക്ച്വലി ഒരു ബ്രില്യൻ സ്റ്റുഡൻറ്റിൻ്റെ ഭാവി വെറുതെ ആവാൻ പാടില്ല എന്നാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ട പ്രൊസീജിയർ എത്രയും പെട്ടെന്ന് തീർത്തു തന്നാൽ മാത്രം മതി. ആൻഡ് ഓൾസോ ഫോളോ അപ്പ് വിത്ത് ദ ഫെസിലിറ്റേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. നോ പ്രോബ്ലം. ഡോക്യുമെന്റ് എൻ്റെ ഉത്തരവാദിത്തമാണ്. താങ്ക് യു.